എന്തായാലും ഇന്നലത്തെയോ മെനിഞ്ഞാത്തെയോ സാഹചര്യം അല്ല എന്ന കാര്യം ഉറപ്പാണ്. അതിനേക്കാൾ കൂടുതൽ ഫാർ 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 ബെറ്റർ ആവുന്നുണ്ട് ഇന്ന് GCCയിലെ പൊതു സാഹചര്യം. ആശങ്ക ഒഴിഞ്ഞു എന്ന് പറയാമോ റഹീസ്? കാശ്മീർ ഒരു പരിധിവരെ ആശങ്ക ഒഴിഞ്ഞു, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു സന്ദർഭം ഒഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഈ അബുദാബിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് ഒരു സ്ഫോടനം അല്ലെങ്കിൽ ഒരു ശബ്ദം കേട്ടു എന്നുള്ളതിന് യാതൊരു സ്ഥിരീകരണവുമില്ല. കാരണം ഇന്നലെ രാത്രി ഏതാണ്ട് 1 മണി കഴിഞ്ഞതിന് ശേഷം UAE-യിൽ എവിടെയും ഈ ഡ്രോണുകളോ മിസൈലുകളോ പോകുന്നതിന്റെ ശബ്ദം കേട്ടിട്ട് പോലുമില്ല. അല്ലെങ്കിൽ ആ തരത്തിൽ ഏതെങ്കിലും നിലയ്ക്കൊരു ആക്രമണം ഉണ്ടായതായി ഒരു ഏജൻസികളും ഇതുവരെയും സ്ഥിരീകരിച്ചു പറയുന്നുമില്ല. മറിച്ച് ചില വിവരങ്ങൾ എക്സിലും മറ്റുമൊക്കെ ആയിട്ട് പലരും അറിയിക്കുന്ന ചില വിവരങ്ങൾ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തു പോകുന്ന വിവരങ്ങൾ, അത് അല്പസമയത്തിന് ശേഷം അവർ തന്നെ ഡിലീറ്റ് ചെയ്തു പോകുന്ന ചില വിവരങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. പക്ഷേ കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആശങ്ക അത് പങ്കുവച്ചത് വളരെ ശരിയാണ്. കാരണം രാവിലെ മുതൽ തന്നെ കുവൈറ്റിൽ ഇത്തരത്തിൽ സൈറൺ മുഴങ്ങുന്നുണ്ട്. ഈ പറയപ്പെട്ട പ്രദേശങ്ങളിലൊക്കെയും പ്രത്യേകിച്ച് ഈ മഹ്ബൂലയിൽ ഇന്ന് രാവിലെയും ആക്രമണം ഉണ്ടായതായി ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമുണ്ട്. പുലർച്ചെ 3 മണി മുതൽ അവിടെ സൈറൺ മുഴങ്ങുന്നുണ്ട്. പലപ്പോഴായി സൈറൺ കേൾക്കുന്നു, വലിയ ശബ്ദത്തിൽ ഒരു സ്ഫോടന ശബ്ദം പോലെ കേൾക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ആളപായങ്ങളോ നഷ്ടങ്ങളോ ഒന്നുമില്ല. ഇതിന് പിന്നാലെ കുവൈറ്റ് ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ അത് കൃത്യമായി ഡിഫ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, നിരായുധീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം കുവൈറ്റ് തന്നെ അറിയിക്കുകയാണ്. ജനവാസ മേഖലകളിലേക്ക് ആക്രമണം നടന്നു എന്നുള്ള വിവരങ്ങൾ തെറ്റാണ് എന്നുകൂടി കുവൈറ്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ജനവാസ മേഖലയിലേക്ക് ആക്രമണം നടന്നില്ല എന്നാണ് ഔദ്യോഗികമായി കുവൈറ്റ് പറയുന്നത്. ഒപ്പം തന്നെ ബഹ്റൈനിലും ഇന്ന് രാവിലെയോടുകൂടി ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായി. അല്ലെങ്കിൽ ഈ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് അത് പ്രതിരോധിക്കുമ്പോൾ ഇത്തരത്തിൽ സ്ഫോടന ശബ്ദങ്ങളൊക്കെയും ഉണ്ടാവുകയും അത് ആളുകൾക്ക് വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്തു. പൊതുവിൽ ഈ ഗൾഫ് രാജ്യങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ UAE ഏതാണ്ട് ഇന്നലെ രാത്രി മുതൽ, അതായത് ഇന്നലെ വൈകിട്ട് മുതൽ എന്ന് തന്നെ പറയണം. കാരണം ഈ പല അപകടങ്ങളുടെയും വിവരങ്ങൾ വൈകി പുറത്തു വരുമ്പോൾ അത് അപ്പോഴുണ്ടായ അപകടമാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ആ നിലയ്ക്കാണ് പലതും പിന്നീട് നടന്ന അപകടമായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇന്നലെ രാത്രി UAE-യിൽ ഇത്തരത്തിൽ അലേർട്ട് മെസ്സേജുകൾ വന്നിരുന്നു. പക്ഷെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ആ അലേർട്ട് മെസ്സേജുകൾ അസാധുവായി കാണിച്ചുകൊണ്ട് അടുത്ത അലേർട്ട് വരികയും ചെയ്തിരുന്നു. അപ്പോൾ UAE-യിൽ ഏതാണ്ട് ഇന്നലെ വൈകിട്ട് മുതൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. രാത്രി സ്വാഭാവികമായിട്ടും ചില ഡ്രോൺ പോകുന്ന ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എവിടെയെങ്കിലും പതിച്ചതായോ അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്തിട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും പതിച്ച ഒരു അപകടം ഉണ്ടായതായി യാതൊരു റിപ്പോർട്ടുമില്ല. കുവൈറ്റിലും ബഹ്റൈനിലേക്കും വരുമ്പോൾ അവിടെ ഇന്ന് രാവിലെ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരം ശരിയാണ്, അത് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷെ അത് ജനവാസ മേഖലയിലേക്ക് ആക്രമണം കടന്നിട്ടില്ല. അത് ഒരു തരത്തിലുള്ള നാശനഷ്ടവും ഉണ്ടായിട്ടില്ല, ആളുകൾക്ക് പരിക്കേറ്റിട്ടില്ല എന്നൊക്കെയാണ് അതത് മന്ത്രാലയങ്ങൾ അതത് രാജ്യങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്, യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളില്ല എന്ന് തന്നെ പറയുന്നു. അപ്പോൾ മുഴുവനായി പറഞ്ഞു വന്നാൽ ഇറാൻ ആദ്യം ആക്രമിച്ച അതേ തോതിൽ ആക്രമിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്, അത് വ്യക്തമാണ്. ആ തരത്തിൽ യാതൊന്നും ഉണ്ടാകുന്നില്ല. മറിച്ച് ഇനി കൂടുതൽ കടന്നാക്രമിച്ചാൽ കാര്യങ്ങൾ തങ്ങളുടെ കൈവിട്ട് പോകും എന്നുള്ളത് ഇറാൻ കരുതുന്നത് കൊണ്ടാവാൻ. ഒപ്പം തന്നെ ഇന്നലെ രാത്രി GCC രാജ്യങ്ങളുടെ പ്രതികരണം വന്നത് അവർ ഇനി ആക്രമിച്ചാൽ ശക്തമായ പ്രതിരോധം തീർക്കും എന്നുള്ളതാണ്. ആക്രമണം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ അവിടെ പ്രതിരോധം തീർക്കും എന്ന് പറയുമ്പോൾ അത് കനത്ത തിരിച്ചടി, മുന്നറിയിപ്പ്, സൂചന തന്നെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ എന്തായാലും ഇറാൻ വലിയ പ്രകോപനങ്ങൾക്കൊന്നും മുതിരില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ ഈ കുറെ അധികം പ്രിക്കോഷണറി കുറെ മെക്കാനിസം എടുത്തിട്ടുണ്ട്. അത് പുറത്തേക്ക് ആളുകൾ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ചില റെസ്ട്രിക്ഷൻസ്, അത് വലിയ തോതിൽ എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഫലപ്രദമായി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ചില മുൻകരുതലുകളൊക്കെയും എടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുമുള്ള പ്രശ്നം ജനജീവിതത്തിനെ ബാധിക്കുന്ന സ്ഥിതിഗതികൾ നിലവിൽ ഈ സമയം വരെയും UAE-യിൽ ഇല്ല. ഇന്നലെ മുതൽ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത് ഖത്തറിലായിക്കോട്ടെ ബഹ്റൈനിലായിക്കോട്ടെ ചില നിയന്ത്രണങ്ങൾ. എന്തായാലും ഖത്തറിൽ ഇപ്പോഴും പ്രശ്നമില്ല എന്ന് ജയൻ നായർ പറയുന്നു. ഖത്തർ സേഫാണ് എന്ന് പറയുന്നുണ്ട്. ബഹ്റൈനിൽ ഇപ്പോൾ ബ്ലാസ്റ്റ് സൗണ്ട് കേട്ടു എന്ന് സിനിമോൾ എന്നൊരു പ്രേക്ഷക പറയുന്നുണ്ട്. അതോടൊപ്പം കുവൈറ്റിൽ മംഗഫ് ഏരിയയിൽ എന്തോ ചെറിയ സ്ഫോടനങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇന്നിപ്പോൾ കുവൈറ്റിൽ ഏറ്റവും കൂടുതൽ സൈറണുകൾ കേൾക്കുന്ന ദിവസം ഒരുപക്ഷെ ഇന്നായിരിക്കാം. ഇന്ന് കുവൈറ്റിലാണെന്ന് തോന്നുന്നു. അവിടെ ഇവിടെ ബാക്കി ഇന്നലെ ഖത്തറൊക്കെ ശാന്തമാകുമ്പോൾ കുവൈറ്റിലേക്ക് ആണെന്ന് തോന്നുന്നു ഇന്നത്തെ ടാർഗറ്റ്. പക്ഷെ അതും നമ്മൾ പോയ ദിവസങ്ങൾ കണ്ടതുപോലെ മാരകമായ രീതിയിലുള്ള ഒരു സ്ഫോടന ശബ്ദമൊന്നും എവിടെയും കേൾക്കാനില്ല. അത് അങ്ങനെ നിൽക്കട്ടെ, സമാധാനം പുലരട്ടെ. ഗുരുതര സാഹചര്യം ഉണ്ടായിരുന്നിട്ടും ഇറാനിലെ സുരക്ഷാ വീഴ്ചകൾ അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിന് എളുപ്പം വഴിയൊരുക്കി. ഇറാനിന്റെ രഹസ്യങ്ങൾ മൊസാദിലേക്ക് ചോരുന്നത് തടയാൻ പോലും ഇറാന് കഴിഞ്ഞില്ല.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.